നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ചേലക്കര ഉപതിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയത് ഐതിഹാസിക വിജയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF നടത്തിയത് ഏറ്റവും മികച്ച സംഘടനാ പ്രവർത്തനം. UR പ്രദീപിന്റെ മിന്നുന്ന വിജയം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നതിന്റെ പ്രകടമായ തെളിവ്. പാലക്കാട് UDF വിജയിക്കാനായത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ താലോലിച്ച് BJP SDPI വോട്ടുകൾ കോൺഗ്രസ് മൊത്തക്കച്ചവടം നടത്തിയെന്നും ആരോപണം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും രൂക്ഷ വിമർശനം. ഹൈക്കോടതിയെ വെല്ലുവിളിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതിയുടെ അനുമതി. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ നിർദ്ദേശം. ശനിയാഴ്ച തിരൂർ സതീഷിന്റെ മൊഴിയെടുക്കും. മുഴുവൻ തെളിവുകളും കൂടുതൽ വിവരങ്ങളും ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്ന് സതീഷ്. ഉത്സവങ്ങൾക്കെതിരെയുള്ള ഹൈക്കോടതി നിലപാടിൽ തൃശൂർ കോർപ്പറേഷനിൽ ഒറ്റക്കെട്ടായ നിലപാടുകളുമായി ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ. തൃശൂർ പൂരം മുടങ്ങുന്ന അവസ്ഥക്കെതിരെ ഐക്യ കണ്ടേന മുന്നോട്ട് പോകാൻ തീരുമാനം. പൂരം പ്രതിസന്ധിയെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ അടിയന്തര സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചു ചേർക്കാൻ ധാരണ. ഗജപ്രേമികളുടെ ആവേശപ്രതീകം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പെരുമ കടൽ കടക്കുന്നു. UAE തൃശൂർ പൂരത്തിന് ആവേശം പകരാൻ രാമചന്ദ്രനും. റോബോട്ടിക് ആനയായാണ് രാമചന്ദ്രനെ പ്രവാസി ലോകം നെഞ്ചേറ്റുക. തിരുവമ്പാടി ശിവസുന്ദറും ആഹ്ലാദാരവം തീർക്കും. 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് രാമചന്ദ്രന്റെ റോബോട്ടിക് പതിപ്പ് ഒരുക്കിയത്. കരുതലും കൈത്താങ്ങും സന്ദേശം. തൃശൂർ ജില്ലയിൽ താലൂക്ക് തല അദാലത്ത് ഡിസംബർ 16 മുതൽ 28 വരെ. അദാലത്തിന് നേതൃത്വം നൽകുക മന്ത്രിമാർ. തൃശൂർ മുകുന്ദപുരം താലൂക്കുകളിൽ പരാതി സമർപ്പിക്കാൻ അവസരം ഡിസംബർ 5 വരെ. മറ്റു താലൂക്കുകളിൽ ഡിസംബർ 6 മുതൽ 13 വരെ പരാതി നൽകാം. തൃശൂർ താലൂക്കിൽ 17-നും തലപ്പിള്ളിയിൽ 21-നും അദാലത്ത്. അത്താണി മേഖലയിൽ കാർഷിക മുന്നേറ്റത്തിന് കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് CPM. കൃഷിഭൂമികളിൽ ജലലഭ്യത ഉറപ്പാക്കാൻ പത്താഴക്കുണ്ട് ഡാമിന് താഴെയുള്ള ചീർപ്പ് ചിറ കരുത്തുറ്റതാക്കണം. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നും അത്താണി ലോക്കൽ സമ്മേളനം. സംഘടനയുടെ കേഡറിക മുഖം വിളിച്ചോതി അത്താണിയിൽ റെഡ് വളണ്ടിയർ മാർച്ച്. പൊതുസമ്മേളനം നടന്നു. ലോക്കൽ സെക്രട്ടറിയായി KR ഉദയനെ തെരഞ്ഞെടുത്തു. നിറമങ്ങളുടെ ഉത്സവാരവത്തിലേക്ക് കലയുടെ തിടമ്പേറ്റിയ നാട് എങ്കക്കാട്. 9ാമത് നിറച്ചാർത്ത് ദേശീയ കലാക്യാമ്പിന് ഡിസംബർ 4-ന് തുടക്കമാകും. SN സുജിത്ത് ക്യൂറേറ്റ് ചെയ്യുന്ന ദേശീയ ക്യാമ്പിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയരായ TV സന്തോഷ്, പ്രശാന്ത് സാഹു, ഗായത്രി ഗാമസ്, സജിത R ശങ്കർ ഉൾപ്പെടെ 19 ചിത്രകാരന്മാർ കണ്ണികളാകും. 10ഓളം തദ്ദേശീയ ചിത്രകാരന്മാരും പങ്കെടുക്കും. 9ാം പതിപ്പ് മലയാള സാഹിത്യത്തിലെ അതികായൻ വിലാസിനിക്ക് സമർപ്പിക്കും. സുപ്രസിദ്ധ കാർട്ടൂൺ കാരിക്കേച്ചർ കലാകാരൻ പേരാമംഗലം സ്വദേശി ജോഷി ജോസിനെ ആദരമൊരുക്കി പുരോഗമന കലാസാഹിത്യ സംഘം പേരാമംഗലം യൂണിറ്റ്. കലാകാരനെ വസതിയിലെത്തി ആദരിച്ചു. പുഗാസ സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ KG വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിന് കരുത്തായി വിദ്യാർത്ഥി ഹരിത സഭ. വടക്കാഞ്ചേരി നഗരസഭയിൽ
41 ഡിവിഷനുകളിലെ സ്കൂളുകളിൽ നിന്ന് 230 വിദ്യാർത്ഥികൾ കണ്ണികളായി. ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പ്രതിനിധികൾ നടത്തിയ വാർത്താ സമ്മേളനം വേറിട്ട പരിപാടിയായി. നഗരസഭയിൽ ഡയപ്പർ ഇൻസിനറേറ്റർ സ്ഥാപിക്കണമെന്ന് ആവശ്യം. സ്കൂളുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ ബൂത്തുകളിൽ നിന്ന് കൃത്യമായി മാലിന്യം ശേഖരിക്കണമെന്നും കുട്ടിക്കൂട്ടം. തോളൂർ പഞ്ചായത്തിലും ജനകീയ ക്യാമ്പയിന് കരുത്തായി വിദ്യാർത്ഥികൾ. ദേശമംഗലത്ത് പഞ്ചായത്ത് യോഗത്തിനിടെ സംഘർഷം. യോഗത്തിലേക്ക് അനധികൃതമായി പ്രവേശിച്ച CPM നേതാക്കൾ വനിതകളടക്കമുള്ള UDF ജനപ്രതിനിധികളെ മർദ്ദിച്ചതായി കോൺഗ്രസ്. മിനിറ്റ്സ് ബുക്കും വിലപ്പെട്ട രേഖകളും നശിപ്പിച്ചുവെന്നും ആരോപണം. കുത്തിയിരിപ്പ് സമരം നടത്തി ജനപ്രതിനിധികൾ. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുതെന്ന് ആവശ്യം. കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്ന് CPM നേതൃത്വത്തിലുള്ള NREG വർക്കേഴ്സ് യൂണിയൻ. വടക്കാഞ്ചേരി മുഖ്യ തപാൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. CPM ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കത്തോലിക്ക കോൺഗ്രസ്. വേലൂർ ഫൊറോന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലൂർ സെന്ററിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ഫൊറോന പ്രസിഡന്റ് ജോസ് ചെമ്പിശ്ശേരിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം അതിരൂപത പ്രസിഡന്റ് ജോബി തോമസ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു.